നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാറശാല ഷാറൂൺ വധക്കേസ് പ്രതി ഗ്രീഷ്മ നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. കേസിലെ അന്തിമ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാണ് പ്രധാന ആവശ്യം. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ നിയമപരമായ അധികാരമില്ല എന്നാണ് വാദം. സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ കഴിയൂ എന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ഈ ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു. ഗ്രീഷ്മയ്ക്കായി അഭിഭാഷകൻ ശ്രീറാം പാറക്കാട്ടാണ് ഹർജി സമർപ്പിച്ചത്. നേരത്തെയും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഫയൽ ചെയ്ത അന്തിമ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രീഷ്മയടക്കമുള്ള പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. കഷായത്തിൽ വിഷം കലർത്തി കാമുകനായ ഷാരോണിനെ ഗ്രീഷ്മ കൊലപ്പെടുത്തുകയായിരുന്നു. കേസിലെ സാങ്കേതിക കാരണങ്ങൾ ഉന്നയിച്ചാണ് പ്രതികൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ നിയമപരമായ അധികാരമില്ല എന്നാണ് ഹർജിയിലെ വാദം. എന്തായാലും നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ച് ഗ്രീഷ്മ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചുവെങ്കിലും അതും പൂർണ്ണമായും തള്ളിയിരുന്നു. ഗ്രീഷ്മയ്ക്കായി അഭിഭാഷകൻ ഇന്ന് ഹാജരാവുകയും ചെയ്യും. ഗ്രീഷ്മയ്ക്ക് പുറമെ കേസിലെ 2ഉം 3ഉം പ്രതികളായ അമ്മ സിന്ധു, അമ്മാവൻ നിർമ്മൽ കുമാരൻ നായർ എന്നിവരായിരുന്നു ഹർജിക്കാർ. പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് 2022 ഒക്ടോബർ 14 ഗ്രീഷ്മ കാമുകൻ ഷാരോൺ രാജിനെ വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയെന്നാണ് കേസ്. കേസിന്റെ വിചാരണ തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്ന ഗ്രീഷ്മയുടെ ഹർജി സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു. നിലവിൽ ഇടപെടാനില്ലെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ അവസാനത്തോടുകൂടി ജാമ്യം ലഭിച്ച ഗ്രീഷ്മ ജയിൽ മോചിതയായിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ കഴിയവേ ബാത്റൂം ക്ലീനർ കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിന് മറ്റൊരു കേസും ഗ്രീഷ്മയ്ക്കെതിരെ ഉണ്ട്. എന്തായാലും ഇന്ന് എന്തായിരിക്കും സുപ്രീം കോടതി ഒരു തീരുമാനം എടുക്കുക എന്ന് കണ്ടറിയാം. എന്തായാലും ഒരുപക്ഷെ ഹൈക്കോടതിയിൽ അതേ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത ഏറെയാണ്. എന്തായാലും രണ്ടും കൽപ്പിച്ച ഗ്രീഷ്മ ഇന്ന് സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും അവിടെ ഒരു മാറ്റം സംഭവിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം.